അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ ഇന്നലെ പഠിച്ച വിഷയങ്ങള് നഫ്സ്, കന്നാസ്, അതേപോലെ 4 പക്ഷികൾ. ഈ പക്ഷികളെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് മയിലിന്റെ വിഷയത്തിൽ ചെറിയൊരു കശകുണ്ട്. മയില് അഹങ്കാരം അല്ല ഉണ്ടാക്കുന്നത്, അസൂയയാണ്. അസൂയ ഉണ്ടാക്കുന്ന പക്ഷിയാണ് മയില്. നമുക്ക് പഠിക്കാനുള്ളത് കൽബിനെ കുറിച്ചിട്ടാണ്. കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഹൃദയം എന്നാണ് അർത്ഥം. പക്ഷെ അത് എന്തല്ല, കാണാവുന്ന ഹൃദയം അല്ല, കാണപ്പെടാത്തൊരു സൂക്ഷ്മ വസ്തുവിനാണ് കൽബ് എന്ന് പറയുന്നത്. ഫുഹാദ് എന്നാണ് ഹൃദയത്തിന് പറയുന്നത്. മാംസലമായ ഹൃദയം, കാണാൻ സാധിക്കുന്ന ഹൃദയം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരു പൊരുള്, ഒരു വസ്തുവാണ് കൽബ് എന്നുള്ളത്. ആ കൽബ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ആ കൽബ് ഇല്ലാത്തവരും ഉണ്ട്, കൽബ് ഉള്ളവരും ഉണ്ട്. കൽബ് ഉള്ളവരെ കൽബെല്ലാം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്, നിദ്രാവസ്ഥയിലാണ്. ആ നിദ്രാവസ്ഥ വിട്ട് ഉണരുമ്പോഴാണ് എന്തായിത്തീരുന്നത്, ആത്മീയതയിൽ അവർ ജീവൻ വരുന്നത്. അല്ല എങ്കിൽ ആത്മീയതയിൽ അവർ ഒന്നുമില്ല, ജീവനില്ല. അപ്പൊ ഈ കൽബിന്റെ ജ്ഞാനം അല്ലാഹു തആല കൊടുത്തത് ആദം നബി അലൈഹി സ്വലാമിനാണ്. ആദ്യമായി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട റൂഹിന്റെ ഇൽമ കൊണ്ട് ഇറക്കപ്പെട്ട പ്രവാചകനാണ് ആദം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന് കൽബിന്റെ നുബുവത്തും കിട്ടി, കൽബിന്റെ ആത്മജ്ഞാനവും കിട്ടി. ഈ 2 സംഭവങ്ങളും കൊണ്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുയായികളെ പഠിപ്പിച്ച ഇൽമ ഇതിന്റെ ഇൽമാണ്. ഈ കൽബിനെ മുനവറാക്കി കഴിഞ്ഞാൽ, ഹയാത്താക്കി കഴിഞ്ഞാൽ അവർക്കുള്ള സ്വർഗമാണ് ജന്നത്തുൽ ഖുൽദ് എന്ന് പറയുന്ന സ്വർഗം. സ്വർഗത്തിലെ ഏറ്റവും അടിയിലുള്ള സ്വർഗം, 7 സ്വർഗങ്ങളുണ്ട്, ഏറ്റവും താഴ്ന്ന സ്വർഗം അതാണ് ജന്നത്തുൽ ഖുൽദ്. ഈ ലോകത്തിൽ വന്ന ആളുകളില് ആരെല്ലാം അവനവന്റെ കൽബിനെ മുനവറാക്കിയിട്ടുണ്ടോ, അവനവന്റെ കൽബ് ഹയാത്താക്കിയിട്ടുണ്ടോ, അവർക്ക് അവകാശപ്പെടുന്നതാണ് ജന്നത്തുൽ ഖുൽദ്. കൽബ് മുനവറാക്കാത്തവർക്കപ്പം എന്തില്ല, ജന്നത്തുൽ ഖുൽദ് എന്ന സ്വർഗമില്ല. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ വിഷയം. നമ്മൾ പഠിക്കുന്ന പോലെ തസൂഫില് കൽബ് ഹയാത്താക്കല് ഒരു എക്സ്ട്രാ കാര്യമല്ല, മിനിമം കാര്യമാണ്. അത് തസൂഫ് എന്ന് പറയാൻ സാധിക്കൂല, അത് മസ്റ്റായിട്ടും വേണ്ട ഒരു വിഷയമാണ്. കാരണം കൽബ് ഹയാത്താക്കാതെ നമുക്ക് ആ ലോകത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം സ്വർഗം ഇരിക്കുന്നത് മലക്കൂത്ത് ലോകത്താണ്. ആദ്യം നാസൂത്തിന്റെ മുകളിലുള്ള ലോകമാണ് മലക്കൂത്ത്. ഈ മലക്കൂത്തിലാണ് സ്വർഗം ഇരിക്കുന്നത്. ആ സ്വർഗം ഇരിക്കുന്ന ലോകത്തേക്ക്, ആ ലോകത്തിൽ പടക്കപ്പെട്ടവരെ പോകാൻ സാധിക്കുള്ളൂ. നമ്മളെ ആ ലോകത്ത് പടച്ചതല്ല, നമ്മൾ പടക്കപ്പെട്ടത് ഈ ലോകത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ ജിസ്മ ഇവിടെ ഇട്ടേച്ച് പോകുന്നത്. പക്ഷേ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആ ലോകത്തു നിന്ന് വന്നൊരു സാധനമുണ്ട്, അതാണ് കൽബ്. കൽബിനെ പടക്കപ്പെട്ടത് ആ ലോകത്തു നിന്നാണ്, നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഹയാത്താക്കാം, അതിനെ ആക്ടിവേറ്റ് ചെയ്യാം. എങ്കിൽ എന്തായി പോയി, ആ ലോകത്തേക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി, അല്ലെങ്കിൽ വീട് തയ്യാറാക്കി, അല്ലെങ്കിൽ ആ ലോകത്തേക്കുള്ള മഖ്ലൂക്കിനെ ജീവോപിപ്പിച്ചു. എന്നാൽ അതിലേറിക്കൊണ്ട് അവൻ അവിടേക്ക് പോവാം. അതല്ല, അത് തയ്യാറാക്കുന്നില്ല, എങ്ങനെ പോകാൻ പറ്റും? വാഹനമില്ലാതാവും, മരണത്തോടു കൂടി അവൻ അന്താളിച്ചു പോവും. കാരണം പോകാനുള്ള വാഹനമില്ല. പോകാനുള്ള വാഹനം എന്താണ്? കൽബാണ്. അപ്പൊ കൽബില്ലാത്തവര് സ്വർഗത്തിൽ പ്രവേശിക്കൂല. കാരണം ഏറ്റവും മിനിമം ക്രൈറ്റീരിയ എന്താ സ്വർഗത്തിൽ പോകാനുള്ളത്? കൽബിനെ ഹയാത്താക്കലാണ്. കൽബില്ലാത്തൊരു വർഗ്ഗമാണ് അത് ജിന്നുകള്. അതുകൊണ്ട് തന്നെ ജിന്നുകൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, ഇബ്ലീസിന് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. കാരണം ഇബ്ലീസിന്റെ ഉള്ളിൽ കൽബില്ല. മൃഗങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, മൃഗങ്ങൾക്കുള്ളിലും എന്തില്ല? കൽബ് എന്നുള്ള സംഗതി ഇല്ല. അവർക്കൊക്കെ ഉള്ളത് ഫുഹാദാണ്, ഹൃദയമാണ്. ഹൃദയം കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റില്ല. ഹൃദയം മാംസലമായ കാര്യമാണ്. ഈ ദുനിയാവിൽ നശിച്ചു പോകാനുള്ളതാണ്. ജിസ്മ നശിച്ചു പോവും,
അതേപോലെ എല്ലാം ഇല്ലാതായി പോകും. പിന്നെ ബാക്കിയാവുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ അറുവാഹുകളാണ്. ആ അറുവാഹുകൾ എന്താക്കപ്പെടും? കബറിലേക്ക് പോയി കഴിഞ്ഞാൽ അതും നശിപ്പിക്കപ്പെടും. കാരണം അതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ അത് എന്ത് ചെയ്യും? നശിപ്പിക്കപ്പെട്ടു പോകും. എന്നാൽ ഔലിയാക്കളെ അല്ലെങ്കിൽ മൂമിനീങ്ങൾ എന്താവില്ല, നശിപ്പിക്കപ്പെടൂല. കാരണം അവരെ ഹയാത്താക്കിയിട്ടുണ്ട്. അവരുടെ ജീവിത കാലയളവിൽ അധ്വാനിച്ചുകൊണ്ട് ഇതിനെ ഹയാത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മൂമിനീങ്ങൾക്ക് കൽബുണ്ട്, അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റും സ്വർഗത്തിലേക്ക്. ഔലിയാക്കൾക്ക് കൽബും ഉണ്ടാവും, അതേപോലെ എൻ്റെ അപ്പുറത്തുള്ള പല തായിഫുകളും മുനവരാക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഉദ്ദേശിച്ചിടത്തൊക്കെ പോകാൻ പറ്റും. മൂമിനീങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. ഒരാളെ കൽബ് എന്നുള്ള മക്കാമിൽ എത്തിയ ആളാണെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് ഈ ജന്നത്തുൽ ഖുൽദാണ്. അതിലേക്ക് കൊണ്ടുപോകുന്ന ആ മക്കാമിന്റെ അധികാരിയാണ് ആദം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹം കൊണ്ടുവന്ന ഇൽമാണ് കൽബിന്റെ ഇൽമ്. ഇതിലൂടെ അല്ലാതെ ആർക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. മറ്റ് പ്രവാചകന്മാർ കൊണ്ടുവന്ന ഇൽമിലേക്കും പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ കവാടത്തിലൂടെ കടക്കണം. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സ്പിരിച്വൽ അസിസ്റ്റൻസ് ഇല്ലാതെ, ഈ അസിസ്റ്റൻസ് ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ഈ വാതിലൂടെ പ്രവേശിക്കാൻ പറ്റൂല. ആദം നബി നിഷേധിക്കുന്ന ഒരാള്, ഏത് ഉമ്മത്തിൽപ്പെട്ട ആളാവട്ടെ, അദ്ദേഹത്തിന് ഒരിക്കലും ഇതിലേക്കുള്ള പ്രവേശനമില്ല. കാരണം അത് വരേണ്ട സ്ഥലമാണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൽബ്. ഈ നാസൂത്യാലോകം പടക്കപ്പെട്ടത് കുൻ എന്നുള്ള പദം കൊണ്ടാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടായതാണ് നാസൂത്യാലോകം. അറുവാഹുകളെ അതേപോലെ മലക്കുകളെ ഒരുമിച്ച് അള്ളാഹു തആല സൃഷ്ടിച്ചതാണ്. എന്നാൽ ചില മലക്കുകളുണ്ട്, മലക്കുകളെ കൂടുതൽ അതിപ്രധാനികളായിട്ടുള്ള മലക്കുകൾ. ആ മലക്കുകളെയും അതേപോലെ തന്നെ ഈ ലത്തായിഫുകൾ, നമ്മൾ ഈ പറഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ ലത്തായിഫുകൾ, കൽബ്, റൂഹ്, സിറ്, കഫി, അക്ഫ, അന എന്നുള്ള ലത്തായിഫുകൾ, ഇതിനെയും പടക്കപ്പെട്ടത് ഈ പ്രധാനികളെ മലക്കുകളെ ഒരുമിച്ചാണ്. അപ്പൊ ഈ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന, നെഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ലത്തായിഫുകൾ ഒരുപാട് മുമ്പ്, ഏകദേശം 70,000 വർഷം മുമ്പ് പടക്കപ്പെട്ടതാണ്. സാധാരണ സൃഷ്ടികളെ പടക്കുന്നതിന് 70,000 കൊല്ലം മുമ്പ് പടക്കപ്പെട്ടതാണ് ഈ കൽബ്. എന്നിട്ട് അള്ളാഹു തആല ഈ കൽബിന് എന്ത് ചെയ്ത് മക്കാമുൽ ഇഷ്കിൽ കൊണ്ടുചെന്ന് വെച്ച്. ഇഷ്കിന്റെ സാമീപ്യം കിട്ടിയ ഒരു മഖ്ലൂഖാണ് എന്ത്? കൽബ്. കൽബ് അതിൽ നിന്നാണ് നമ്മളിലേക്ക് വരുന്നത്, നമ്മളെ കൊണ്ടുവരുന്നത് അതിൽ നിന്നാണ്. അപ്പൊ അള്ളാഹു തആലനെ ഇഷ്ക് ചെയ്യാനും സ്നേഹിക്കാനും കൽബ് കൊണ്ടേ സാധിക്കുള്ളൂ. എന്നാൽ കൽബ് മുനവ്വറായാലേ സാധിക്കുള്ളൂ. കൽബ് മുനവ്വറാവാത്ത ആളുകൾ അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു, റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പച്ചക്കള്ളാണത്. അത് സാധ്യമല്ല. പിന്നെ ഇവര് മനസ്സിലാക്കിയ സ്നേഹം ശരിക്കും സ്നേഹം അല്ല, അത് വെറും വേറൊരു വികാരാണ്. അത് ഒരു തന്നിഷ്ടം മിക്സ് ചെയ്യപ്പെട്ട ഒരു തരം വികാരമാണ്. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഇല്ല, അതിന് ഷർത്തില്ല, ഒന്നിനു വേണ്ടിയല്ല അത് സ്നേഹിക്കുന്നത്, ഒരു ബെനിഫിറ്റ് അത് ആഗ്രഹിക്കൂല. പക്ഷെ അതല്ലാത്ത പ്രേമങ്ങളും സ്നേഹങ്ങളൊക്കെ വെറും മണ്ടത്തരാണ്. ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ കഴിയില്ല, അത് പ്രേമമല്ല. അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലതരം വികാരങ്ങളാണത്. കാരണം ഒരു മനുഷ്യന് സ്നേഹിക്കുന്ന വ്യക്തി, ആ വ്യക്തി മറ്റൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത് ദേഷ്യമായി മാറും, ഈ സ്നേഹം തന്നെ പകയായിട്ട് മാറും. അതേപോലെ പല കാരണങ്ങൾ കൊണ്ടും ഈ സ്നേഹം എന്തായി മാറും? ഒരു വിപരീതമായ ഫീലിംഗ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള വിഷയമാണ്. അതൊന്നും സ്നേഹമല്ല. ആ സ്നേഹം എന്തിന്റെ സ്നേഹമാണ്? ഈ ദുന്യാവിൽ കാണുന്ന സ്നേഹങ്ങൾ മുഴുവൻ നഫ്സിന്റെ സ്നേഹമാണിത്, നഫ്സിന്റെ കാമാണിത്. അല്ലാതെ സ്നേഹമല്ല. സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഒരാൾക്ക് കൽബ് ഉണ്ടാവണം. ആ കൽബ് എന്ന് പറഞ്ഞാൽ ഈ കൽബാണ്, വഹാദ് എന്നുള്ള ഹൃദയത്തിന് ഉള്ളിലിരിക്കുന്ന കൽബ്. അതില്ലാത്തവർ പറയുന്ന സ്നേഹം പച്ചക്കള്ളാണ്. ഖുറാനിലൊക്കെ കൽബില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതാണ്. കൽബിന്റെ അസൽ മാന ഈ പറഞ്ഞതാണ്. ഈ കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഖ്ലൂക്കാണ്, ഇതൊരു മലക്കാണ്. മലക്കൂത്യാലോകത്ത് ഉള്ളവരാരാണ്? മലക്കുകളാണ്. അപ്പൊ കൽബും ഒരു മലക്ക് തന്നെയാണ്. പക്ഷെ അത് ജനിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ എന്താണ്? അത് ഒന്നുമല്ല, നമ്മൾ ജനിപ്പിക്കണം. അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴാണ് അത് ജനിക്കുന്നത്. അത് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മലക്കായി തീരും. ആ മലക്കാണ് നമ്മളെ ആ ലോകത്തെ കൊണ്ടുപോകുന്നത്. നമ്മൾ ജിസ്മാണല്ലോ, നമ്മൾ മലക്കായി തീരും.
മലക്കായിത്തീരുക എന്ന് പറയുമ്പോൾ മലക്കിന്റെ ശരീരം ആ രീതിയിൽ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് അർത്ഥം. കാരണം ആ ലോകത്തേക്ക് അനുയോജ്യമായ ജിസ്മ് അതാണ്, ഈ ലോകത്തേക്ക് അനുയോജ്യമായ ജിസ്മ് ഇതാണ്. ഇനി ജബറത്തിലേക്ക് പോകണമെങ്കിൽ ആ ലോകത്തേക്ക് അനുയോജ്യമായ മറ്റൊരു ജിസ്മ് വേണം, അതാണ് റൂഹ്. അങ്ങനെ ഓരോ ലോകത്തേക്കും പോവാൻ വേണ്ടി ആ ലോകത്ത് തന്നെയുള്ള പദാർത്ഥം കൊണ്ട് പടക്കപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജിസ്മിൽ വേണം, അല്ലാതെ അതിന് കഴിയില്ല. മലക്കൂത്തിയ ലോകത്തോട് ബന്ധപ്പെട്ടാണ് കൽബ് കിടക്കുന്നത്. അതിന്റെ അധികാരി ആദം നബി അലൈഹി ഇസ്ലാമാണ്. ആ ലോകത്തിന്റെ കളറ് മഞ്ഞ കളറാണ്. ഈ ലോകം വെളിപ്പെടുന്ന സമയത്ത് കൽബിനെ മുനവറാക്കി ഹയാത്താക്കിയ ആൾക്ക് ഈ ലോകം വെളിപ്പെടുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ മഞ്ഞ കളറുകൾ കാണാൻ സാധിക്കും. അവന്റെ കണ്ണിലൂടെ മഞ്ഞ കളറ് കാണാൻ സാധിക്കും. അപ്പൊ സാധാരണക്കാരായ കൽബുകൾ പറയുന്ന പേര് കൽബുൽ സനോബർ എന്നാണ്. കൽബുൽ സനോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശ്രദ്ധമായ ഹൃദയമാണ്. ആ ഹൃദയം കൊണ്ട് നമുക്ക് ഒന്നും തിരിച്ചറിയാൻ സാധിക്കൂല. തെറ്റാണോ ശരിയാണോ എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കൂല. കാരണം ആ സമയത്ത് ആ കൽബിന്റെ കൺട്രോള്, ആ കൽബിൽ വരുന്ന കാര്യങ്ങള് നഫ്സിനാൽ പ്രേരിതനായിട്ടും അതേപോലെ തന്നെ ഈ കന്നാസിനാലൊക്കെ പ്രേരിതമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു വിഷയം നമുക്ക് ഹക്കാണോ ബാത്തിലാണോ എന്ന് അറിയാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, കൽബ് ഹയാത്താവാത്ത ഒരാൾക്കിത് സാധിക്കൂല. ബാഹ്യമായ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ സാധിക്കുന്ന വിഷയമല്ലത്. ഹക്കീക്കത്തിന്റെ കണക്ക് പ്രകാരം കൽബ് ഹയാത്തായെങ്കിൽ അവന് മാത്രം സാധിക്കുന്നതാണ് ശരി ഏത് തെറ്റേതെന്ന് പറയാൻ സാധിക്കുന്നത്. അത്തരക്കാർ ഖുർആൻ ഓതിയ ഖുർആൻ അവർക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. അത്തരക്കാരല്ല ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അവൻ ഫിത്നയാണ് ചെയ്യുന്നത്, ഫിത്നയാണ് പരത്തുന്നത്. കാരണം ഖുർആനെ നമ്മൾ ബൈഹാർട്ട് ആക്കുന്നത് നമ്മൾ ബ്രെയിൻ കൊണ്ടാണ്. ഈ മെമ്മറി അല്ലെങ്കിൽ ഇമാജിനേഷന്, ഗസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്ന കേന്ദ്രം തലച്ചോറാണ്, അല്ലാതെ കൽബല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുന്യാവിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും വായിച്ച് പഠിച്ചു കഴിഞ്ഞാലും എല്ലാ ഹദീസുകളും മനപ്പാടാക്കിയാലും ഖുർആൻ മനപ്പാടമാക്കിയാലും അതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം ബ്രെയിനാണ്, തലച്ചോറാണ്. എന്നിട്ട് ആ മനുഷ്യൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ജനങ്ങളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ സാധനം ആദ്യം കൽബിലേക്ക് കയറും. കൽബിലേക്ക് കയറിക്കൊണ്ട് പിന്നെ കൽബിൽ നിന്നാണ് നാവിലേക്ക് വരിക. ആ സമയത്ത് കൽബ് മുനവറാക്കപ്പെടാത്ത കൽബാണ് എങ്കിൽ ആ കൽബിൽ നിന്നും ദുൽമത്ത് പിടികൂടും, ഇരുട്ട് പിടികൂടും. ഇരുട്ടാണ് പുറത്തേക്ക് വരിക. അപ്പൊ ബാഹ്യമായിട്ട് നമുക്ക് ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, ആ ഇൽമുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇരുട്ട് അനുഭവപ്പെടൂല. പക്ഷെ വരുന്ന സാധനം ഇരുട്ടാണ്. അത് ഖുർആനാണെങ്കിലും ഈ വഴിക്ക് വരുന്ന കാരണം ഇരുട്ടാണ്. ബ്രെയിനിൽ ഖുർആനാണ്, പക്ഷെ വരുന്ന വഴി കൽബിലൂടെ ആയ കാരണം ഇരുട്ടായിട്ടാണ് വരിക. അങ്ങനെ കേൾക്കുന്ന ഇൽമുകളും പഠിക്കുന്ന ഇൽമുകളൊക്കെ ഇരുട്ടായിട്ടാണ് മാറുക. അതുകൊണ്ട് ഉമ്മത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അതേസമയം കൽബ് മുനവറാക്കിയ ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ സൂക്ഷിച്ച ഇൽമുകളെല്ലാം വരുന്നത് ഈ കൽബിലൂടെ തന്നെയാണ്. പക്ഷേ ഈ കൽബിൽ വെളിച്ചുണ്ട്, വെളിച്ചാണ് വരിക.